തെനഹ 3-ാം വെള്ളി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അപ്പസ്തോലന്മാരെ അയക്കുന്നു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തോലന്മാർ എന്ന പേര് നൽകി. യേശുവിനെ ശ്രവിക്കുകയും അനുഗമിക്കുകയും ചെയ്ത അനേകം പേരുണ്ടായിരുന്നു. അവരൊക്കെ അവൻ്റെ ശിഷ്യന്മാരായിരുന്നു. അവനെ ശ്രവിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തതിന് ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പാണ് അപ്പസ്തോല സ്ഥാനം. അയക്കപ്പെട്ടവർ എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഗ്രീക്ക് ഭാഷയിൽ ഇതിനെ പ്രെസ്ബൈറ്റേഴ്സ് എന്നാണ് പറയുക. പ്രീസ്റ്റ് എന്ന വാക്ക് ഇതിൽ നിന്ന് ലോപിച്ചു ഉണ്ടായതാണ്. അന്ന് യേശു തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാരുടെ പരമ്പരയാണ് ഇന്നത്തെ വൈദികർ. വലിയ ഉത്തരവാദിത്തമാണത്. ഓരോ അഭിഷിക്തനും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. എൻ്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവവും ഉണ്ടാകരുത് എന്ന് ഞാൻ ആജ്ഞാപിക്കുന്നു. സങ്കീർത്തനം 105:15. ആദ്യം അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനുള്ള അധികാരവും പിന്നീട് എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനുള്ള ശക്തിയുമാണ് യേശു അവർക്ക് നൽകുന്നത്. നമുക്കിടയിലെ എല്ലാ രോഗങ്ങൾക്കും തകർച്ചകൾക്കും പിന്നിൽ ദൈവരാജ്യത്തിൻ്റെ ബദ്ധവൈരികളായ അശുദ്ധാത്മാക്കളുടെ സ്വാധീനമുണ്ട്. രക്തത്തിലും മാംസത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർദ്ധിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായിട്ടാണ് പടവെട്ടുന്നത്. ഇതറിയുന്നത് കൊണ്ടാണ് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുവാൻ യേശു ആദ്യം അധികാരം നൽകുന്നത്. ഇത് ഒരു പ്രധാനപ്പെട്ട തിരിച്ചറിവായിരിക്കണം. കഷ്ടപ്പെട്ട് അധ്വാനിച്ചും ഫലം ചൂടാത്ത സമയങ്ങളിൽ അശുദ്ധാത്മാക്കളുടെ സ്വാധീനമുണ്ടാകും. അവയെ ബഹിഷ്കരിക്കുവാൻ യേശുവിൽ നിന്നും അധികാരം കൈയാളിയ വ്യക്തികളുടെ യേശുനാമത്തിലുള്ള ബന്ധന പ്രാർത്ഥന വളരെ ഫലം ചെയ്യും. വിശ്വാസത്തോടെയും ബഹുമാനത്തോടെയും യേശു ഏർപ്പെടുത്തിയ ഈ സംവിധാനങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് കഴിയട്ടെ.